Celebrate the moments of colors. KMT Silks, Perindalmanda, Kottakkal. പട്ടാമ്പിയിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പും ജലപരിശോധനയും സംഘടിപ്പിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പട്ടാമ്പിയുടെ നേതൃത്വത്തിലാണ് മൈക്രോ ഹെൽത്ത് കെയറുമായി സഹകരിച്ചുകൊണ്ട് ഭക്ഷണ വിതരണ മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം ഭക്ഷണ ഉൽപാദനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ജലത്തിന്റെ ഗുണമേന്മ പരിശോധനയ്ക്ക് വേണ്ടിയുള്ള ജലപരിശോധനയും നടത്തി. ചിത്ര ഹോട്ടലിൽ നടന്ന പരിപാടി കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എൻ അബ്ദുൾ റസാഖ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് സൈനുദ്ദീൻ മലബാർ അധ്യക്ഷനായിരുന്നു. യൂണിറ്റ് സെക്രട്ടറി മോഹൻദാസ്, ജില്ലാ ആക്ടിംഗ് പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്, ജില്ലാ സെക്രട്ടറി കെ എം ഷാജി, യൂണിറ്റ് ട്രഷറർ സതീഷ് മാട്ടായ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്ക് മരണാനന്തരം ലഭിക്കുന്ന സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് റിയാസും ആരോഗ്യ ബോധവൽക്കരണത്തെക്കുറിച്ച് ഡോക്ടർ ഇസ്മയിലും വിശദീകരിച്ചു. ഈ സാമൂഹികപരമായ ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ട് അവർ നടത്തുന്ന അനേക പരിപാടികൾ, ഈ ഏറ്റവും അവസാനം നടത്തിയത് പുതുവത്സര തലേന്ന് ഒരു ബോധവൽക്കരണം എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, മോട്ടോർ വാഹന വകുപ്പ്, പോലീസ് ഒക്കെ ചേർന്നുകൊണ്ട് സഹകരണത്തോടുകൂടി KHR എന്ന സംഘടന അതിന് വേണ്ടുന്ന കാര്യങ്ങൾ, ഇങ്ങനെ അനേക പരിപാടികൾ നടത്തുന്ന ഒരു പൊതു സംഘടനയാണ് KHR. അല്ലാതെ ഹോട്ടലുകാരുടെ ക്ഷേമവും ഹോട്ടലുകാർക്ക് മാത്രമല്ല, അതിന് മുഖ്യത്വം നൽകുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഈ സമൂഹത്തിൽ നിന്ന് മാറി നിന്ന് പ്രവർത്തിക്കുന്നില്ല. അപ്പോൾ ഈ പട്ടാമ്പി എന്ന ഭാഗത്ത് ഒരു മഞ്ഞപ്പിത്തമോ അല്ലെങ്കിൽ എന്തൊരു അസുഖം വരികയാണെങ്കിലും അതിലെ ആശങ്ക നിങ്ങളെക്കാളും ഈ അപവാദ പ്രചരണം നടത്തുന്നതിനേക്കാളും കൂടുതൽ ഈ KHRക്കുണ്ട്, KHR അംഗങ്ങൾക്കുണ്ട് എന്നുകൂടി ഈ പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്താണ്. നമ്മുടെ ജില്ലയിൽ ഏകദേശം 18 യൂണിറ്റുകളാണ്. ഇന്ന് പട്ടാമ്പി രണ്ടാമത്തെ യൂണിറ്റായി ഈ ഹെൽത്ത് കാർഡ് ചെക്കപ്പുമായി. ഈ ഹെൽത്ത് കാർഡ് ചെക്കപ്പ് 18 യൂണിറ്റുകൾ കഴിയുന്നതോടുകൂടി നമ്മൾ ഏകദേശം 10,000-ഓളം സ്റ്റാഫുകൾ നമ്മുടെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർ. മുഴുവൻ ആൾക്കാരും ചിലപ്പോൾ നമ്മൾ ക്യാമ്പുകളിൽ എത്തിപ്പെടാൻ പറ്റിയതില്ല. പല സ്ഥാപനങ്ങളും പല സമയങ്ങളിൽ ചിലപ്പോൾ നടത്താൻ